നമസ്കാരം. ഓസി വണ്ടേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിഡ്നിയിൽ നിന്നും 820 കിലോമീറ്റർ അകലെയുള്ള ഡ്യൂറൻബർഗ് എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ട്രോപ്പിക്കൽ വേൾഡ് ഫാം, അതൊരു 200 ഏക്കറിൽ കൂടുതൽ വലിപ്പമുള്ളൊരു ഫാമാണ്. ഏതാണ്ട് 44 വർഷം മുമ്പ് തുടങ്ങിയൊരു ഫാമാണ്. അപ്പോൾ ആ ഫാമിൽ 2.5 മണിക്കൂറുള്ളൊരു ഫാം ടൂർ നടത്തുകയുണ്ടായി. അപ്പോൾ അതിൽ നിന്നുള്ള കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് കാഴ്ചകൾ, നല്ല കുറച്ച് നിമിഷങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാം. അപ്പോൾ ആ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് കാണണം. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് തന്നെ പോവാം. അങ്ങനെ രാവിലെ തന്നെ 10 മണിക്കുള്ള ഫാം ടൂറിന് തയ്യാറായി ട്രോപ്പിക്കൽ വേൾഡിന്റെ മായാലോകത്തേക്ക് ഞങ്ങൾ എത്തി. ആദ്യത്തെ ചടങ്ങ് ഫ്രൂട്ട് ടേസ്റ്റിംഗ് ആണ്. ഫ്രൂട്ട് ടേസ്റ്റിങ്ങിന് പോകുന്നതിന് മുൻപായി ഹാൻഡ് സാനിറ്റൈസിങ് ചെയ്യുന്നതിന്റെ കാര്യമാണ് ഇദ്ദേഹം നമ്മളോട് പറയുന്നത്. അതിനുശേഷം വിവിധതരം ഫ്രൂട്ട്സ് അടങ്ങിയ ഒരു കണ്ടെയ്നർ എല്ലാവർക്കും വിതരണം ചെയ്യുന്നു. അടുത്തത് കുറച്ച് ഫ്രൂട്ട്സിനെ പറ്റിയുള്ള വിശേഷങ്ങളും അതിന്റെ പ്രാധാന്യം, അതിന്റെ പ്രത്യേകത എന്നിവ ചുരുക്കത്തിൽ നമ്മളെ എല്ലാം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. ഇനി നമ്മൾ ഏതാണ്ട് 2.5 മണിക്കൂറോളം വരുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാം ടൂർ തുടങ്ങിയാണ്. ട്രാക്ടറിൽ ഘടിപ്പിച്ചിട്ടുള്ള ഈ ട്രെയിലറിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. എല്ലാവരും വളരെ എക്സൈറ്റിംഗ് ആയിട്ട് ഇരിക്കുകയാണ് ഈ മായിക ലോകത്തെ കാഴ്ചകൾ കാണാനായിട്ട്. ഇത് മാറ്റി എന്ന് വിളിക്കും. യാത്ര തുടങ്ങുന്നതിന് മുൻപുള്ള ചില നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് തരികയാണ്. ഒരു കാരണവശാലും വശങ്ങളിൽ കാണുന്ന പഴവർഗ്ഗങ്ങൾ പറിക്കാൻ പാടില്ല, കാരണം ചിലപ്പോൾ എട്ടുകാലികളോ പാമ്പോ കണ്ടേക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഫാം ടൂർ സ്റ്റാർട്ടായി. ആദ്യം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു അവക്കാഡോ തോട്ടമാണ്. മറുവശത്ത് വളരെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് ശരിക്കും ഈ കാണുന്ന ഭൂമിയുടെ അല്ലെങ്കിൽ ഈ മണ്ണിന്റെ യഥാർത്ഥ സംരക്ഷകർ എന്ന് പറയുന്നത് അബോറിജിനൽസ് ആണ്. ഏതാണ്ട് 10,000 വർഷങ്ങൾക്ക് മുൻപ് ഇവരിവിടെ ജീവിച്ചു പോരുന്നു എന്നാണ് പറയുന്നത്. അടുത്ത കാലത്തുള്ള ഗവേഷണങ്ങൾ പറയുന്നത് 20,000 വർഷങ്ങളായി ഇവരിവിടെ ജീവിച്ചു പോരുന്നു എന്നാണ്. അകലെ കാണുന്ന മലനിരകൾ വോൾക്കാനിക് ഏരിയ എന്നാണ് അറിയപ്പെടുന്നത്. 23 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് അഗ്നിപർവ്വതം പൊട്ടി ലാവ ഒഴുകിയ വളരെ ഫലപുഷ്ടമായ മണ്ണാണിത്. റോബർട്ട് ബ്രിൻസ്മെഡ് എന്ന് പറയുന്ന ആളാണ് ഇതിന്റെ ഫൗണ്ടർ, ഈ ഫാമിന്റെ ഫൗണ്ടർ. ലോകത്തുള്ള എല്ലാ പഴവർഗ്ഗങ്ങളും ഈ ഫാമിൽ നമുക്ക് കാണാം. ശരിക്കും റോബർട്ട് ബ്രിൻസ്മെഡും ഭാര്യയും ലോകത്തെ എല്ലാ പഴവർഗ്ഗങ്ങളും തന്റെ പറമ്പിൽ ലഭ്യമാക്കണമെന്ന ഉദ്ദേശത്തിൽ തുടങ്ങിയതാണ്. പിന്നീട് ഇത് വളരെ വലിയ സംഭവമായിട്ട് തീരുകയായിരുന്നു. കാരണം ന്യൂ സൗത്ത് വെയിൽസിലെ എന്നല്ല, ഓസ്ട്രേലിയയിലെ തന്നെ ഒരു പ്രധാന ടൂറിസ്റ്റ് ആകർഷണ കേന്ദ്രമായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. ഇവിടെ നമുക്ക് വിവിധതരം മാവുകളാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇവിടെ വളരെ നല്ല ഇറിഗേഷൻ ലൈൻസ് ആണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. 5ഓളം തടാകങ്ങളും മറ്റനേകം ജലസംഭരണികളും ഉള്ളതിനാൽ ഫാമിലെ കൃഷിക്ക് ആവശ്യമുള്ള ജലവിതരണം യഥേഷ്ടം നടക്കുന്നുണ്ട്. ജലദൗർലഭ്യം അങ്ങനെ ഒരു വിഷയമില്ല ഇവിടെ. മുൻപ് ഞാൻ പറഞ്ഞതുപോലെ വളരെ വെറൈറ്റി ആയിട്ടുള്ള അവക്കാഡോസ് ഉള്ള ഒരു ഫാമാണിത്. ഇപ്പൊ നമ്മൾ കാണുന്നത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള അവക്കാഡോ ഫാമാണ്. ഇത് റോബർട്ട് ബ്രിൻസ്മെഡ്, ഇദ്ദേഹമാണ് ഈ ഫാമിന്റെ ഫൗണ്ടർ. ഏതാണ്ട് 40 വയസ്സുള്ളപ്പോൾ 44 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഫാം ഇദ്ദേഹം തുടങ്ങുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് സ്റ്റാർ ആപ്പിൾ,
അതുപോലെ നമ്മുടെ ചിക്കു, ചെറുനാരങ്ങ, കസ്റ്റർഡ് ആപ്പിൾ. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ചാമ്പയ്ക്ക, ജാവ ആപ്പിൾ. അത് വളരെ പൂത്തുലഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. കണ്ടിട്ട് തന്നെ നല്ല രസമുണ്ട്, അതുപോലെ നമുക്ക് നല്ല കൊതിയും തോന്നുന്നുണ്ട്. ഇതാ അങ്ങനെ നമ്മുടെ നാടെത്തി. കാരണം നാട്ടിൻപുറത്ത് ഏതോ കൃഷിഭൂമിയിലൂടെ പോകുന്ന ഒരു ഫീലിംഗ് ആണ്. തെങ്ങ്, പ്ലാവ്, നാരങ്ങ, അതുപോലെ വാഴകള്. ഈ തെങ്ങൊക്കെ കണ്ട് ഇഷ്ടംപോലെ തേങ്ങകളുണ്ട്. അതുപോലെ ജാതി, പ്ലാവ്, ഇതെല്ലാം കാണുമ്പോൾ അത് നമ്മുടെ സ്വന്തം നാട്ടിൽ നിൽക്കുന്ന ഒരു അനുഭവമാണ് തോന്നുന്നത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഗാർഡൻ വഴിയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ പ്ലാവ്, പറങ്കാവ് അങ്ങനെയൊക്കെയുള്ള മരങ്ങൾ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ വാളൻപുളി എന്നാണ് ഞങ്ങളുടെ സ്ഥലത്ത് അറിയപ്പെടുന്നത്. പിഴുപുളി എന്നും പറയും. അപ്പോൾ അതിൻ്റെയൊക്കെ മരങ്ങൾ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്. ഏതാണ്ട് 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു ബ്രേക്ക് തന്നിരിക്കുകയാണ്. ആരും ക്ഷീണിതരല്ല, എങ്കിലും ഫാമിലെ രുചികരമായ പഴങ്ങളും ബ്രസീലിയൻ ഫ്രൂട്ട്, മക്കാഡമിയ എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാം കൂടി നമുക്ക് ഒരു നല്ല കുളിർമയുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. വിവിധ തേനീച്ചക്കൂടുകൾ, അത് നല്ലൊരു കാഴ്ചയാണ്. അതുപോലെ തന്നെ പ്ലാവ് നിറഞ്ഞു നിൽക്കുന്ന ചക്കകൾ, അത് വേറിട്ടൊരു കാഴ്ചയാണ് ഓസ്ട്രേലിയയിലെ. എല്ലാം കൂടെ ചേർന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ മനസ്സിന് കുളിർമയും സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അതുപോലെ തന്നെ വാഴത്തോട്ടങ്ങളുടെ ഒരു മനോഹാരിത, വിവിധ തരത്തിലുള്ള വാഴകൾ വളരെ ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ ബ്രേക്കൊക്കെ കഴിഞ്ഞ് ഫാം ടൂർ മുന്നോട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ കാണുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് ആണ്. സാധാരണ അമേരിക്ക, കരീബൻ ഐലൻഡുകളിലൊക്കെ കാണുന്ന ഒരു കൃഷിയാണ്. വളരെ നല്ലൊരു പഴവർഗ്ഗമാണ് ഡ്രാഗൺ ഫ്രൂട്ട്. കാരണം വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻ്റ് ഒക്കെ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒരു പഴവർഗ്ഗമാണ് ഡ്രാഗൺ ഫ്രൂട്ട്. തേനീച്ച വളർത്തുന്ന മറ്റൊരു വിഭാഗമാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് ലൈച്ചിയെന്നോ പറയുന്ന നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള ആ ഫ്രൂട്ടിൻ്റെ തോട്ടമാണ്. അതും വിവിധ തരത്തിലുള്ള ലൈച്ചി തോട്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നിറഞ്ഞ് പൂത്തുലഞ്ഞ് നിൽക്കുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അങ്ങനെ ഫാം ടൂറിൻ്റെ കാഴ്ചകളുടെ മറ്റൊരു പ്രധാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇവിടെ നമുക്ക് ഒരു വൈൽഡ് ലൈഫ് എക്സ്പീരിയൻസ് ആണ് അവർ നമുക്ക് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം. ശരിക്കും ത്രില്ലടിപ്പിക്കുന്ന കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ കുറച്ച് ചെമ്മരി ആടുകളും അതുപോലെ തന്നെ നമ്മുടെ സാധാരണ ആടുകളും, കുറച്ചപ്പുറത്ത് കുറെ കാംഗ്രൂസ്, പിന്നെ കുറെ കഴുതകൾ, വ്യത്യസ്തമായ കുറച്ച് മൃഗങ്ങളെ അങ്ങനെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും.
ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വൈൽഡ് ലൈഫ് ബോട്ട് ക്രൂയിസിംഗ് ആണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. വളരെ രസകരമായിട്ടുള്ള ഒരു അനുഭവമാണ്. മല്ലാഡ് വൈൽഡ് ഡക്ക് ആണെന്ന് തോന്നുന്നു. എന്തായാലും ധാരാളം ഇവിടെ കാണാം. ബോട്ട് ക്രൂയിസിങ്ങിനായിട്ട് അങ്ങനെ എല്ലാവരും ബോട്ടിലേക്ക് എത്തുകയാണ്. One there, two there, three. We've got some ducks around. I got some sunflower seeds if you'd like to feed some. So when I come past, just hold your hands out like this, and I'll pour some in your hands. What's this stuff? ഈ ബോട്ട് ക്രൂയിസിംഗിൽ എനിക്ക് അനുഭവപ്പെട്ടത് നമ്മൾ ഡോക്യുമെന്ററികളിൽ കണ്ടിട്ടുള്ളതുപോലെ ആമസോൺ റിവറിൽ കൂടിയുള്ള ഒരു ബ്രീത്ത് ടേക്കിംഗ് ബോട്ട് ക്രൂയിസിംഗ് പോലുണ്ട്. അങ്ങനെ ബോട്ട് യാത്രയിൽ നല്ല കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞ് ട്രോപ്പിക്കൽ വേൾഡിലെ മറ്റൊരു സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരാൾ പഴവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഇലകൾ അബോർജിനുകൾ എങ്ങനെ ഫലപ്രദമായി ഓരോ അസുഖങ്ങൾക്കും മരുന്നിനുമായി ഉപയോഗിച്ചു എന്നുള്ളത് വിശദീകരിക്കുകയാണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ പാർക്കും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ മറ്റൊരു വഴിയിലൂടെ പുറപ്പെട്ട സ്ഥലത്തേക്ക് പോവുകയാണ്. അങ്ങനെ 2.5 മണിക്കൂർ ഒട്ടും മടിപ്പ് തോന്നാതെ, വിരസതയില്ലാതെ, അറിവിൻ്റെയും അതുപോലെ തന്നെ വിനോദത്തിൻ്റെയും ഒരു നല്ല വൈൽഡ് ലൈഫ് എക്സ്പീരിയൻസ് നൽകി പുറപ്പെട്ട സ്ഥലത്തേക്ക് നമ്മൾ അങ്ങനെ പോവുകയാണ്. Thank you. Bye. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വേണ്ട പഴവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പ്ലാന്റ്സ്, നമുക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സ് അല്ലെങ്കിൽ ഈ പഴവർഗ്ഗങ്ങൾ തന്നെ കൊണ്ടുള്ള ഓരോ പ്രോഡക്ട്സ് ഇതിനെല്ലാം ഉള്ള വാങ്ങിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്.